നമസ്കാരം. ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. അയിനിക്കാട് പയ്യോളി നഗരസഭ 8ാം ഡിവിഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ 37 നമ്പർ അംഗൻവാടി ടീച്ചർ ദേവി മയനാരിക്ക് യാത്രയയപ്പും ലഹരി വിരുദ്ധ കൂട്ടായ്മയും പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി 4 റോഡുകളുടെ ഉദ്ഘാടനവും ഒരേ സമയം നിർവഹിച്ചു. ആദ്യ റോഡിന്റെ ഉദ്ഘാടനം മണങ്ങോട്ട് കുനി കല്യാണി നിർവഹിച്ചു. സംഭവത്തോടുകൂടി തെക്കേൽ മലയിൽ വടക്കടുത്ത റോഡ് അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യാണ് എല്ലാവരുടെ സംഭവത്തോടുകൂടി. ഓക്കെ, ജനങ്ങൾക്കും ഭയങ്കര ഒരു അഭിപ്രായമാണ് കൗൺസിലിനെ പറ്റിയിട്ട്. കാരണം വെച്ചാൽ പല വികസന കുടിവെള്ളം ആയിക്കോട്ടെ, റോഡായിക്കോട്ടെ, ബൾബ് ലൈറ്റ് ആയിക്കോട്ടെ, എല്ലാം ഒരു ഊർജ്ജസ്വലനായ കൗൺസിൽ കിട്ടിയതിന് ഇപ്പം ജനങ്ങളിലിപ്പോൾ ഒരു നല്ലൊരു അഭിപ്രായമാണ്. അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. കാരണം വരുന്ന കൗൺസിലർ ആരായിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, അവർ വന്നു കഴിഞ്ഞാൽ നാടിന് വേണ്ടി ചെയ്യുക. അതാണ് അവരെ ഏറ്റവും വലിയ മുഖ്യവും നാട്ടുകാർക്ക് ഇഷ്ടവും. എല്ലാവരുടെ സംഭവത്തോടുകൂടി കുന്നുംപുറത്ത് വലിയ ഉദ്ഘാടനം വികസന സമിതി കണ്ടു. അയ്യപ്പങ്കാവ് സ്കൂൾ ഫുട്പാത്താണിത്. നേരത്തെ ചെറിയൊരു ഫുട്പാത്ത് നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യില്ല. ഒരു 10-20 മീറ്ററോളം ഇനിയും ബാക്കിയുണ്ട്. അതിന് പൂർത്തീകരണ ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസം, 4ാമത്തെ റോഡാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിൽ 4 റോഡ് ഒരു ദിവസം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ നാട്ടുകാരുടെയൊക്കെ ഒത്തൊരുമയും ആളുകളുടെ സഹകരണമാണ് ഇവിടുത്തെ കൗൺസിലിൽ ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾ എല്ലാവരുടെ സംഭവത്തോട് ഒന്നെല്ലാം കൈയടിച്ച് ഉദ്ഘാടനം ചെയ്യട്ടെ. എല്ലാവരുടെ സംഭവത്തോട് ചെയ്യട്ടെ. ഓക്കെ, നല്ല കാര്യമല്ലേ. സ്കൂളിന് ഏറ്റവും വലിയ ഇവിടെ റോഡിലായിരുന്നു. ഇവിടെ റോഡില്ല. ഇവിടെ ഞങ്ങൾ സ്കൂളിൽ ഇങ്ങനെ വെള്ളം അടിച്ചു പോകില്ല. ഇങ്ങനെ വെള്ളം കംപ്ലീറ്റ് വെള്ളമായിരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് 2 കാലും ഇങ്ങനെ വെള്ളം അടിച്ച് പോക്കാം. നിറ്റാപ്പൊട്ടനെ പിടിച്ചു. നല്ലൊരു ഫുട്പാത്തായി. ഓ, നല്ല ഒരു കഷ്ണം കൂടി ഉണ്ട്. അവിടെയും കിട്ടിയാൽ ചെറൈ. അയ്യപ്പൻകാവ് UP സ്കൂളിൽ നടന്ന പരിപാടി വാർഡ് കൗൺസിലർ KT വിനോദന്റെ അധ്യക്ഷതയിൽ പയ്യോളി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പത്മശ്രീ പള്ളിവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞ അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് പ്രകാശൻ കൂവിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങ് അനീഷ് P, K ഭാസ്കരൻ ചെറുവോട്ട്, ശ്രീധരൻ മലോൽ, റഷീദ് പാലേരി, രവി വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. 48 വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എന്തൊക്കെ ഏകദേശം നമ്മുടെ പ്രായത്തിന് അത്രയും സമയം ചെറിയ കൊച്ചു കുട്ടികളോടാണ്. സാധാരണ നമ്മൾ 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ അത്യാവശ്യം ബോധമുള്ള കുട്ടികളാണ്, ബുദ്ധി കുറച്ച് കുട്ടികൾ. എന്നാൽ ഇത് വളരെ ചെറിയ പ്രായത്തിൽ 3 വയസ്സിലൊക്കെയാണ് കുട്ടികൾ അംഗനവാടിയിലേക്ക് അയക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെ നോക്കി അവരുടെ ഇടയിൽ അവരുടെ കൂടെ നിന്ന് അവരിലൊരാളായി അവരെ വളർത്തിക്കൊണ്ടുവന്ന ടീച്ചറാണ്. ഒരുപക്ഷെ വിദേശത്തൊക്കെ തന്നെ നമുക്കറിയാം, മറ്റ് വിദേശ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് ഈ കൊച്ചു വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അംഗനവാടി നഴ്സറി ടീച്ചേഴ്സിനാണ്. നമുക്ക് കേരളത്തിൽ നേരെ തിരിച്ചാണ്. +2 അല്ലെങ്കിൽ ആ മേലോട്ടാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത്. എന്നാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് ലോകത്ത് മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ശമ്പളം കൊടുക്കുന്നത്. ഏതായാലും ഏറ്റവും കുട്ടികളെ പ്രശസ്ത തത്വചിന്തകനായ ജോൺ ലോക്കിന്റെ അഭിപ്രായത്തിൽ കുട്ടികളുടെ മനസ്സൊരു വെള്ളക്കടലാസ് പോലെയാണ്. ഒരു മഷിത്തുള്ളി കിട്ടിയാൽ ആ വെള്ളക്കടലാസ് അബ്സർവ് ചെയ്യുന്ന പോലെയാണ് കുട്ടികളുടെ ബ്രെയിൻ. കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടറാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ്. അപ്പൊ എന്ത് പറഞ്ഞാലും അപ്പം ഒപ്പിയെടുക്കും കുട്ടികൾ, ക്യാച്ച്. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അതവിടെ ഇങ്ങനെ ബാക്കിൽ സൂക്ഷിച്ച് വെച്ച് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ 7 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അബ്സർവ് ചെയ്യുന്ന സമയമെന്ന് പ്രശസ്ത തത്വചിന്തകന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു വേർഡ്, ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട്, നമ്മളൊരു മോശമായ വാക്ക്, പദം കുട്ടികളോട് വീട്ടിൽ നിന്ന് പറയുമ്പോൾ അത് കുട്ടികളുടെ മനസ്സിൽ അവിടെ ഫീഡ് ചെയ്ത് വെക്കും. ചില കുട്ടികൾ അത് അവസരത്തിന് ചില ആളുകൾ വരും വീട്ടിൽ നിന്ന്, അവരോടൊക്കെ ഈ വാക്കുകൾ പറയും. കുട്ടികൾക്കറിയില്ല അതിലെന്താണ് അതിന്റെ പ്രയാസം. പക്ഷെ നമ്മൾ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞ വാക്കാണ്. കുട്ടി അത് ഏറ്റെടുത്തിട്ട് പിന്നീട് മറ്റൊരാൾ വിളിച്ച് കുട്ടിക്ക് അറിയില്ല എപ്പോൾ പറയണം, അങ്ങനെ പറയണം, അത് പറയുന്നത്.
അതുപോലെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നാളുകളിൽ കുട്ടികൾ അത് ഒബ്സർവ് ചെയ്ത് നാളെ ഭാവിയിൽ അതിന്റെ സമയത്ത് അത് അവർ ഉപയോഗിക്കും. സ്വാഭാവികമാണ്. വീട്ടില് മദ്യപിച്ച് വന്ന് പ്രശ്നങ്ങൾ അച്ഛനും അമ്മയും തമ്മിൽ അടിയുണ്ടാക്കുമ്പോൾ ആ അടി കുട്ടികൾ കാണുകയാണ്. ഭാവിയിലൊന്നും അതേ അവസ്ഥയിലേ ചെയ്യുള്ളൂ. കാരണം അവൻ ചെറുപ്പത്തിൽ എന്താണോ അവന് കിട്ടുന്നത്, എന്താണോ ഇൻപുട്ട് അതാണ് ഔട്ട്പുട്ട്. കമ്പ്യൂട്ടറിൽ നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് അതിനെ നമുക്ക് റിപ്പോർട്ട് കിട്ടുക. അതേപോലെയാണ് എന്താണോ ഇൻപുട്ട്, എന്താണോ കൊടുക്കുന്നത് അതാണ് ഭാവിയിൽ നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ കുട്ടികളുടെ മുന്നിൽ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വാക്കുകളും സൂക്ഷിച്ച് സംസാരിക്കാൻ. അത്ര ബ്രൈറ്റാണ് കുട്ടികൾ, അത്ര ബ്രൈറ്റാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ടീച്ചറെ പറഞ്ഞപ്പോൾ എനിക്ക് അത് കാര്യം കൂടെ സൂചിപ്പിക്കണം തോന്നി. ഏതായാലും ആ ടീച്ചറുടെ ആദരവ് കൂടെയാണ് നമ്മുടെ വാർഡ് വികസന സമിതി തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായി ടീച്ചർക്ക് ഇവിടെ ഒരു ആദരവ് കൊടുക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ 4 റോഡ് ഉദ്ഘാടനം ചെയ്തു. ആ 4 റോഡ്, ഒന്ന് നമ്മുടെ പൂക്കോട്ടുകുനി ഫുട്പാത്ത്, രണ്ടാമത്തെ റോഡ് ഈ അയ്യപ്പങ്കാവ് അമ്പലം, കളരിപ്പടി അമ്പലത്തിന് മുന്നോട്ട് പോകുന്ന റോഡാണ്, സ്കൂളിന് മുന്നിലേക്കുള്ള റോഡാണ്. മൂന്നാമത്തെ റോഡ് മലയിൽ തെക്കേ മലയില്ലേ, മലയിൽ താഴെ വടക്കേടത്ത് റോഡ്. നാലാമത്തത് വലിയ പറമ്പത്ത് കുന്നുംപുറത്ത് റോഡ്. 4 റോഡുകളാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഒരു മുനിസിപ്പാലിറ്റി, ഒരു വാർഡിൽ 4 റോഡുകൾ ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി നമ്മുടെ വയ്യോട് മുനിസിപ്പാലിറ്റി 8ാം ഡിവിഷൻ ആയിരിക്കും. ഒന്നിച്ച് 4 റോഡുകൾ പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന് മുനിസിപ്പാലിറ്റിയോടും സംസ്ഥാന ഗവൺമെന്റിനോടും ഒക്കെ തന്നെ നമ്മൾ നന്ദി പറയുകയാണ്. കാരണം ഫണ്ട് കിട്ടിയത് കൊണ്ടാണല്ലോ. അതോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടെ ഈ വാർഡ് സഭയിൽ വെച്ച് ഡിക്ലെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുമല്ല, നമ്മളൊക്കെ ചെറുപ്പത്തിൽ നീന്തം പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളൊന്നും ആർക്കും ഒപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ കടൽ കൊണ്ടിട്ടാൽ പുഴയിൽ കൊണ്ടിട്ടാൽ നമ്മളൊക്കെ നീന്തി വരും. പക്ഷേ നമ്മുടെ മക്കളോ നീന്താൻ കുളമില്ല, നീന്താനുള്ള സൗകര്യമില്ല. എവിടെയാ നീന്തുക? വീണാൻ പോയി. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല, ചില കുട്ടികളൊക്കെ കുളിക്കാൻ പോയി, 3 കുട്ടികൾ വെള്ളത്തിനടിയിലായി. ഈ അടുത്ത് വെഞ്ഞാന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്, 2 കുട്ടികൾ 3 കുട്ടികൾ വെള്ളത്തിൽ കളിക്കാൻ പോയി മരിച്ചുപോയി, നീന്താൻ അറിയില്ല. അപ്പം അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡിവിഷനിൽ കോട്ടുംകുളം എന്ന് പറയുന്ന ഒരു കുളമുണ്ട്. കുറെ കാലം വെള്ളത്തിന് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കോട്ടുംകുളം ഇന്ന് വരെ കുടിവെള്ളത്തിന് ഉപയോഗിച്ചിട്ടില്ല. കുടിവെള്ളം നമുക്ക് അമൃത പദ്ധതിയിലൂടെ കുടിവെള്ളത്തിന്റെ ടാങ്കിന്റെ പണി ഇങ്ങനെ പൂർത്തീകരിച്ച് വരിക. എല്ലാവരോടും നമ്മൾ ഫോമൊക്കെ വാങ്ങി കുടിവെള്ളത്തിന് അല്ലേ, കുടിവെള്ളത്തിന്റെ ഫോം വാങ്ങി അതിനെ വീട്ടിൽ പൈപ്പ് കയറാൻ പോവുകയാണ്. പൈപ്പ് കയറി നമ്മുടെ വീട്ടിൽ ടാപ്പ് തുറന്ന് വെള്ളം വരാൻ പോവുകയാണ്. എന്നാൽ ഈ പ്രാവശ്യം കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഈ വേനൽക്കാലം അവധിയിലേക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് പൈപ്പ് തുറക്കും വെള്ളം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാം. ഏതായാലും 45 ലക്ഷം രൂപ, 45 കോടി പാസ്സായി. അതിന്റെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് വർക്ക് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കൂട്ടുകുളം എന്ന കുളത്തിന് 30 ലക്ഷം രൂപ പാസ്സായി. അതിന്റെ TS അടക്കമായി കഴിഞ്ഞു. ടെൻഡർ വെക്കുകയാണ്. വളരെ സന്തോഷത്തോടെ പറയട്ടെ. അപ്പൊ നമ്മുടെ മക്കൾക്ക് നാളുകളിൽ നീന്തൽ പഠിക്കാൻ നമുക്ക് ദൂരെ ഒന്നും പോകണ്ട, പുഴയിലും പോകണ്ട. ഇപ്പൊ ചില സർട്ടിഫിക്കറ്റൊക്കെ നീന്തലിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാറുണ്ട്. ആ നീന്തൽ കുളമാണ് തൊട്ടടുത്ത്. നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ ഒരു നീന്തൽ കുളമായി മാറ്റുന്ന രീതിയിൽ 30 ലക്ഷം രൂപ പാസ്സാക്കിക്കൊണ്ട് ആ കുളത്തിന്റെ പണി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാനത് ഈ സമയത്ത്, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ള നിലക്ക് 4 റോഡ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അതുകൂടെ ഡിക്ലെയർ ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം. ഒരു കൂട്ടായ്മ ഉള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ദേവി ടീച്ചർക്കുള്ള യാത്രയയപ്പ്. ദേവി ടീച്ചർ 42 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ന് വിരമിക്കുകയാണ്. 42 വർഷം എന്ന് വെച്ചാൽ 20 വയസ്സിൽ ദേവി ടീച്ചർ ഔദ്യോഗിക യാത്ര തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ 62ാം വയസ്സിൽ റിട്ടയർഡ് ആവുകയാണ്. ഇക്കാലം മാത്രമേ ഒരു ജീവിതത്തിന്റെ പകുതിയിലേറെ കാലം കുട്ടികൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ദേവി ടീച്ചർക്ക് എല്ലാവിധ ഐശ്വര്യവും ഭാവിയിലും ശിഷ്ടജീവിതത്തിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് നേരുന്നു. ഒരു അംഗനവാടി ടീച്ചർ എന്ന് വെച്ചാൽ വളരെയേറെ കഷ്ടപ്പെട്ട് ആണ് കുട്ടികളെ നോക്കി നടത്തുന്നത്. ചെറിയ കുട്ടികളെ അമ്മമാരുടെ കയ്യിൽ നിന്നും ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവർ വളരെ പ്രതീക്ഷയോടെയാണ് ടീച്ചറെ കാണുന്നത്. ചെറിയ കുട്ടികളാണ് അവർ. അമ്മമാരാകുമ്പോൾ നിലത്തും താഴത്തും വെക്കാതെ സൂക്ഷിച്ച് കൊടുത്ത മക്കളെയാണ് ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് ടീച്ചറുടെ കയ്യിലുള്ളത്. ആ കുട്ടികൾ അക്ഷരം പറയാൻ തുടങ്ങുന്നതും സംസാരിക്കാൻ തുടങ്ങുന്നതും ടീച്ചറുടെ മുന്നിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ ടീച്ചർമാർക്ക് വലിയൊരു ശമ്പളം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടക്കം മുതൽ ടീച്ചർക്ക് 50 രൂപയും ഹെൽപ്പർക്ക് 30 രൂപയും ആയിരുന്നു. ഇപ്പോൾ അത് വർദ്ധിച്ച് ഇപ്പോൾ ഹെൽപ്പർക്ക് 8000 രൂപയും ടീച്ചർക്ക് 12000 രൂപയുണ്ട്. പക്ഷേ ആ പൈസ ഒന്നും ഇന്നത്തെ കാലത്ത് ഒന്നും ആവില്ല. എന്നാലും ഒരു ടീച്ചർ എന്ന പദവിയേക്കാളും ഒരു സേവനം ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്.
ഇന്ന് അംഗനവാടികളിൽ കൂടി പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഗർഭിണിക്കും അതുപോലെ അഡോളിസെന്റ് ആയ കുട്ടികൾക്കും വയോജനങ്ങൾക്കും പല പരിപാടികളും അംഗനവാടികളിൽ കൂടി നടത്തുന്നുണ്ട്. ഒരു അംഗനവാടി ടീച്ചർ 12 രജിസ്റ്റർ ബുക്കുകൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ വാർഡുകളിലെ ഭിന്നശേഷി ആയിട്ടുള്ള ആളുകളും അതുപോലെ ഗർഭിണികളുടെയും പല വിവരങ്ങളും ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നഗരസഭയിൽ തന്നെ പദ്ധതികളിൽ വയോജന കട്ടിൽ, ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ പദ്ധതികൾ എല്ലാം അംഗനവാടികളിൽ കൂടിയാണ് നടപ്പിൽ വരുത്തുന്നത്. അതിനുള്ള ഫോമുകൾ ടീച്ചർമാരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരാണത് ശേഖരിച്ചിട്ട് മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചിട്ട് അതിനുള്ള പ്രവർത്തനം നടത്തുന്നത്. അതുപോലെ വലിയ ഉത്തരവാദിത്തമുള്ള ഈ അംഗനവാടി ടീച്ചറുടെ മേഖലകളിലേക്ക് പുതുതായിട്ടുള്ളവരും കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വർഷം 8 ടീച്ചർമാർ റിട്ടയർഡ് ആവുന്നുണ്ട്, അതുപോലെ ഒരു ഹെൽപ്പറും. അപ്പോൾ പുതിയ ആളുകളും ഈ മേഖലയിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ടീച്ചർക്ക് ഭാവിയിൽ എല്ലാ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ 2005 മുതൽ മലയിൽത്താഴ് അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 25 കുട്ടികളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു 10-12 കുട്ടികളാണ് ഇപ്പോൾ അംഗൻവാടിയിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും സംഭവത്തോടുകൂടി ടീച്ചറെ ആദരിക്കുകയാണ് കേട്ടോ. അവർ സുഖകരമായ 42 വർഷത്തെ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഒരു പ്രതിജ്ഞയാണ്. ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ ഭാഗമായി ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുന്നതിനും വേണ്ടി പയ്യോളി പോലീസ് സ്റ്റേഷനിലെ ASI ശ്രീ സുമേഷ് KP സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ലഹരി നമ്മുടെ നാടിനെ കാർന്നു തന്നുന്ന ഒരു മാരക വിപത്താണ് എന്നുള്ള വിവരം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. MDMA, കഞ്ചാവ്, മദ്യം, ഇത്തരം ലഹരികളാണ് കൂടുതലായിട്ട് ഇന്ന് കണ്ടുവരുന്നത്. നമ്മുടെ യുവാക്കൾ അധിക പേരും MDMAക്ക് അടിമകളാണ്. പയ്യോളിയിലും ഈ MDMA ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ അറിയാം. നമ്മൾ ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു വാറ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് പോലീസിനെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാവുന്നതാണ്. CA സാറിൻ്റെ സ്റ്റേഷനിലെ നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 112 എന്നുള്ള നമ്പറിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ആ സ്ഥലത്ത് ആ സമയത്ത് തന്നെ എത്തുന്നതാണ്. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്. മാരക വിപത്താണ് മയക്കുമരുന്ന്. അത് വ്യക്തിയെ തകർക്കുന്നതിനൊപ്പം അവന്റെ കുടുംബത്തെയും സമൂഹത്തിനെ ആകെ തന്നെയും അത് വ്യക്തിയെ തകർക്കുന്നതിനൊപ്പം അവന്റെ കുടുംബത്തെയും സമൂഹത്തിനെ ആകെ തന്നെയും നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ്. അത്തരമൊരു കെണിയിൽ ഒരിക്കലും വീഴാതിരിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ എൻ്റെ സമൂഹം ലഹരി വിരുദ്ധമാക്കുന്നതിനുള്ള പ്രയത്നത്തിൽ ഞാൻ സർവാത്മന പങ്കാളിയാകും. ജീവിതമാണ് ലഹരി എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പ്രയത്നിക്കുക വഴി ലഹരി മുക്ത നവകേരളം പടുത്തുയർത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ